ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് എൻ്റെ അടുത്തൊരു വലിയ പ്രശ്നം തന്നെ വന്ന് നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ CR7 ഫാൻസ് 94 ഇല്ലേ, അങ്ങനെ എൻ്റെ കസിനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇല്ലേ, അങ്ങേർക്ക് എൻ്റെ അക്കൗണ്ടിൻ്റെ പാസ്വേഡും കൂടെ അറിയാം. അപ്പം അങ്ങേര് വന്നിട്ട് എൻ്റെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കയറി അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഏതൊരു ഫോട്ടോ അടിച്ചു മാറ്റി എടുത്തു ഗൈസ്. അപ്പം അതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ എങ്ങനെയൊക്കെ അയാളുടെ അക്കൗണ്ടിലത്തെ പാസ്വേഡ് കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങേൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് ഞാൻ ബ്ലിസാർഡ് ഫോട്ടോ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ CR7 വന്നിട്ട് എൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ബ്ലിസാർഡ് ഫോട്ടോ എവിടെയെന്ന് കണ്ടുപിടിക്കുക പറഞ്ഞുകൊണ്ട് എൻ്റെ അനിയൻ ചിലപ്പോൾ വിട്ടയച്ചിട്ടുണ്ടാവും ഗൈസ്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഇവിടെ ഒരു കുഴിയുണ്ട്. അപ്പോൾ ഈ കുഴിയിൽ പോയിട്ട് നമ്മൾക്ക് ബ്ലിസാർഡ് ഫുഡ് ഒളിപ്പിച്ച് വെക്കാം ഗൈസ്. അപ്പോൾ പിന്നെ ആർക്കും ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കുഴീൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, ബ്ലിസാർഡ് ഫുഡ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒളിപ്പിച്ച് വെക്കണം. അപ്പം തന്നെ നമ്മുടെ ഈ ഒരു കേസ് പെട്ടെന്ന് തീരുള്ളൂ ഗൈസ്. ഓക്കെ, മെനുവിലത്തെ ഐറ്റംസിൽ പോയി. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ബ്ലിസാർഡ് ഫുഡ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒളിപ്പിച്ച് വെക്കാം ഗൈസ്. ഓക്കെ, ക്യുപ്പ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഡ്രോപ്പൊക്കെ ചെയ്തിട്ട് ഇവിടെ ഒളിപ്പിച്ച് വെക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ ഒളിപ്പിച്ച് വെക്കാം ഗൈസ് നമ്മൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അവർ വന്ന് കണ്ടുപിടിക്കാണ്ട് മാത്രം ഇരുന്നാൽ മതി ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കേസ് എങ്ങനെയോ നടന്ന് പോകുന്നു, ഒരു പ്രശ്നവും ഇല്ലാണ്ട് ശരിയാവും തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും എൻ്റെ അനിയനെ വിട്ടയച്ചിട്ടുണ്ടോ? എവിടെ CR7 ബ്ലിസാർഡ് ഫുഡ് മര്യാദയ്ക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ നിന്നെ തീർക്കും. എവിടെയാണ് മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ എനിക്ക് ഒരു മുട്ട പണി തരും. അയ്യോ, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ വന്നിട്ട് ഇന്നലെ ഹോള് ചെയ്യാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് ഞാൻ സോഡ് ഡീലറിൻ്റെ അടുത്ത് സോഡ് മേടിക്കാനും പോയി. ഞാൻ ഇന്നലെ ഇവിടെ ഇല്ല, എനിക്കറിയില്ല എവിടെയാന്ന്. സത്യമായിട്ട് എനിക്കറിയില്ല എവിടെയാന്ന്. നീ അവൻ്റെ അടുത്ത് സംശയം ഉണ്ടെങ്കിൽ, എനിക്ക് സംശയം ഉണ്ടെങ്കിൽ നീ അവൻ്റെ അടുത്ത് തന്നെ പോയി ചോദിക്കും. ഹോള് ചെയ്യുന്ന ആൾക്ക് മറ്റേ ഗാച്ചാൻ്റെ അടുത്തും സോഡ് ഡീലറിൻ്റെ അടുത്തൊക്കെ. ഓ, അപ്പം അവൻ പറയണത് അവൻ ഇന്നലെ ഡെസേർട്ടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പം നമുക്ക് ഗാച്ചാൻ്റെ അടുത്തും ഡീലറിൻ്റെ അടുത്തും ചോദിച്ച് നോക്കാം. അവൻ പറയണത് സത്യമാണെന്ന് നമ്മൾക്ക് അറിയണമല്ലോ. അപ്പം നമുക്ക് ഗാച്ചാൻ്റെ അടുത്ത് ചോദിച്ച് നോക്കാം ഗൈസ്. ഇന്നലെ നിങ്ങളുടെ അടുത്ത് ആയുഷ് 7797 വന്ന് റോള് ചെയ്താ നിങ്ങൾ സത്യം പറഞ്ഞോ? ഇന്നലെ അവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഗാച്ച പറയണത് ഇന്നലെ അവൻ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഗൈസ്. ഇനി നമ്മൾക്ക് ഡീലറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം ഗൈസ്. അപ്പം നമ്മൾക്ക് ഡീലറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കാം. ഡീലർ ഇനി എന്ത് പറയുമോ എന്തോ. എടാ ഡീലറെ, ഇന്നലെ ആയുഷ് 7797 വന്നിട്ടുണ്ടായിരുന്നു. എടാ നീ സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ നിനക്കിട്ട് പണി ചെയ്യും. ഇന്നലെ അവൻ ഒരു തോട് മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനൊരു ചോദ്യം കൊടുത്തു. അവൻ അത് കട്ടത് അങ്ങനത്തെ എന്തോ ഒരു ചോദ മേടിച്ചു കൊണ്ടുപോയത്. എന്തെങ്കിലും പറ്റുണ്ടെങ്കിൽ പറ. ഒരു കുഴപ്പമില്ല, എല്ലാവരും പറയുന്നത് ഒരേപോലെ തന്നെയാണല്ലോ. ഇനിയിപ്പോൾ ആളിനെ വിശ്വസിക്കും? ഗാച്ചിയും ഡീലറും ഒരുപോലെ തന്നെയാണ് പറയണത്. ബ്ലിസാർഡ് ഫ്രൂട്ട് കാണാതായതിനു ശേഷം അവൻ ഡെസേർട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഡെസേർട്ടിൽ ഏതെങ്കിലും കുഴിയുണ്ടെങ്കിൽ നമ്മൾക്ക് പോയി നോക്കാം. ഇവിടെ എവിടെയാണ് കുഴിയുണ്ടെന്ന് നമ്മൾക്ക് പോയി തപ്പി നോക്കാമല്ലോ. കുഴിമാരി എന്തോ ഉണ്ട്, നമ്മൾക്ക് പോയി നോക്കാം. കുഴി തന്നെ സംഭവം. ഇവിടെ എവിടെയെങ്കിലും ബ്ലിസാർഡ് ഫ്രൂട്ട് ഉണ്ടാവും, തപ്പി നോക്കാം. ഇവിടെ തുരകന്മാരിയാണ്. കുറേ നടന്നു പോയാൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് തപ്പി നോക്കാൻ പറ്റുള്ളൂ. ഇവിടെ തുരകന്മാരിയാണ്, നമ്മൾക്ക് എന്തായാലും പോയി നോക്കാം. സൂപ്പർ അഡ്വഞ്ചർ ആയിരിക്കും. നമ്മൾക്ക് അങ്ങനെ CR7 ബ്ലിസാർഡ് ഫ്രൂട്ട് കിട്ടിയല്ലോ. അങ്ങനെ ബ്ലിസാർഡ് ഫ്രൂട്ടിന് DNA ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ഇനി അവര് പറയും ആരുടെ ഫ്രൂട്ടാണെന്ന്. അയ്യോ, എനിക്കിവിടെ ഒന്നും മനസ്സിലാവില്ല. ഇത് CR7 അല്ല, ബ്ലിസാർഡ് ഫുഡ്. ഇത് CR7 അല്ലേ, പിന്നെ ആളിന്റെ ആണോ എന്തോ. സോ ഗൈസ്, ഇവിടെയാണ് ഒരു വമ്പൻ ട്വിസ്റ്റ് ഇരിക്കുന്നത്. CR7 എൻ്റെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് അറിയാം. അത് കഴിഞ്ഞ് എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് എൻ്റെ ബ്ലിസാർഡ് ഫോട്ടോ അടിച്ചു മാറ്റി.
അത് കാരണം അതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ CR7 അക്കൗണ്ടിൽ കയറിയിട്ട് എൻ്റെ ബ്ലിസാർഡ് ഫ്രൂട്ട് ഞാനെന്ന് തിരിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് DNA ടെസ്റ്റ് നടത്തി നോക്കിയപ്പോൾ അത് എൻ്റെയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളുടെ ഈ കേസ് വിജയിച്ച് പോയിരിക്കുകയാണ്. പിന്നെ ഗൈസ് ഇത് നമ്മളൊരു സ്പൂഫായിട്ടാണ് ചെയ്തത്. അപ്പോൾ ദൃശ്യം 3 ഒക്കെ വന്നതിന് ശേഷം ദൃശ്യം 1ഉം 2ഉം ഒക്കെ അല്ലേ ഇപ്പോൾ ട്രെൻഡിങ്. അത് കാരണം നമ്മൾ ആ ഒരു ദൃശ്യത്തിൻ്റെ മോഡലിൽ ട്വിസ്റ്റൊക്കെ വെച്ചിട്ട് ദൃശ്യം ഫ്രൂട്ട്സ് പറഞ്ഞ ഒരു സ്പൂഫ് ചെയ്തതാണ് ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും എല്ലാം ചെയ്തിട്ട് പോവുക ഗൈസ്. അപ്പോൾ എന്തായാലും